ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇതൊരു വൈകുന്നേരത്തെ വ്ളോഗാണ്. എനിക്ക് ജോലിയുള്ള ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അതുപോലെ ലാപ്ടോപ്പൊക്കെ അടച്ചു വെച്ച് കുഞ്ഞിനെയും കൊണ്ട് താഴെ പോയി. അത് കഴിഞ്ഞിട്ട് അവനെ കുറച്ച് നേരം അവിടെ എല്ലാം ഒന്ന് നടത്തിച്ചിട്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. ബാംഗ്ലൂർ ആണെങ്കിലും ഞങ്ങളുടെ ഹൗസ് ഓണർ അവിടെ വാഴയും വെറ്റയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള ചെറിയൊരു പൂന്തോട്ടമാണ്. പൂന്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഫ്ലാറ്റിൻ്റെ വെളിയിൽ പറ്റുന്ന പോലെ നമുക്ക് പറ്റുന്ന ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് കുറച്ച് നേരം വെറുതെ ഇരുന്നു, കുഞ്ഞ് കളിക്കുന്നതൊക്കെ കണ്ടോണ്ട്. അത് കഴിഞ്ഞിട്ട് തലേദിവസത്തെ കാച്ചിലിരിപ്പുണ്ടായിരുന്നു, അത് ആവി കയറ്റി ചമ്മന്തിയുടെ കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അത് കിച്ചടിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അവന് ഈയിടെ പനി വന്നായിരുന്നേ. ഈ പനി സീസണിൽ ഒരു പനി വന്നിട്ട് അവന് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു കുഞ്ഞിന്. അപ്പോൾ ഞാൻ ഓർത്തു ഹോം മെയ്ഡ് സിർലാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ മഖനയും പിസ്തയും കാഷ്യൂവും പൊട്ടുകടലയും ആൽമണ്ടും എല്ലാം ചേർത്ത് പിന്നെ വാൾനട്ടും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. എന്നിട്ട് റോസ്റ്റ് ചെയ്തപ്പം അവൽ കൂടിയിട്ടു. അവലൂടെ നമ്മുടെ ബ്രൗൺ അവലില്ലേ, സാധാ മട്ടയുടെ അവൽ, അതോടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഏലക്കയുടെ ആ ഒരു കറുത്ത ഭാഗവും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതപ്പം എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറുക്ക് പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് നല്ലപോലെ വെയിറ്റ് കുറഞ്ഞായിരുന്നു. ഒരു 0.5 ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് പനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. എന്നിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ അരിച്ചെടുത്തു. കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോട്ടെന്ന് കരുതി അരിച്ചെടുത്ത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഹസ്ബൻഡ് വരുന്ന സമയമായി. ഹസ്ബൻഡ് വന്നു. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു, പൊരിപ്പ്, ഈ ബജി. അവിടെ പുതിയതായിട്ടൊരു കട തുടങ്ങി, അപ്പോൾ അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ബജി കൊണ്ടുവന്നു. അത് കുഴപ്പമില്ലായിരുന്നു, വലിയ നാട്ടിലത്തെ അത്രയും ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒനിയൻ പക്കോട നല്ല ടേസ്റ്റാണ് ബാംഗ്ലൂരിലെ. അത് ഞാൻ കഴിച്ചു. ചട്നി ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് പൊട്ടുകടലയുടെ ചട്നി പോലെ ചട്നി, അത് കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ എന്തുവാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തേ അപ്പം ഉണ്ടാക്കുക. ഇൻസ്റ്റൻറ്റ് അപ്പം പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് അപ്പം ബാറ്റർ റെഡിയാക്കി. പിന്നെ അതിലൂടെ ഒരു പൊട്ടറ്റോ കറി വെച്ചു. പിന്നീട് ജോലി കഴിഞ്ഞ് നല്ല പാടാണിങ്ങനെ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്, എങ്കിലും അതങ്ങ് യൂസ് ടു ആയി. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാണ്, ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉണ്ടാക്കുന്നത്, പൊട്ടറ്റോ കറിയാ, അതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഞാൻ വോയിസ് ഇട്ടില്ല. നല്ല പാടാ, എങ്കിൽ പോലും രാത്രി ഫ്രഷായിട്ട് ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും ഇവിടെ കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ എന്തെങ്കിലും പലഹാരങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേനും ഞങ്ങളത് എടുക്കും. അതാകുമ്പോൾ രാവിലെ എണീറ്റ്, എനിക്ക് രാവിലെ 8 മണിക്ക് ലോഗിൻ ടൈമാണ്. അതിനു മുമ്പ് എന്താണെങ്കിലും എല്ലാം റെഡി ആവത്തില്ല. അപ്പോൾ എളുപ്പമൊന്നും പറ്റും. ഇപ്പോൾ അപ്പം മാവുണ്ടെങ്കിൽ അപ്പം രാവിലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ ഒരു ചായയും കൂടി ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാത്രിയിൽ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ അപ്പത്തിനാണെങ്കിലും മുട്ടക്കറിയോ പൊട്ടറ്റോ കറിയോ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കും. ഇന്നതുപോലെ പൊട്ടറ്റോ കറിയാണ്, ഒരു മസാല കറി പോലെയാണ് ഉണ്ടാക്കിയത്. പൊട്ടറ്റോയും എല്ലാം കൂടെ വഴറ്റിയിട്ട് ജസ്റ്റ് ചിക്കൻ മസാല ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ ഒരു കറിയാണ് വെച്ചത്. ഇതിപ്പോൾ ലൈറ്റ് എഫക്റ്റ് കൊണ്ട് ഭയങ്കര കളറായിട്ട് തോന്നുന്നു, പക്ഷേ നല്ല കറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പവും ആ കറിയും കൂടെ എല്ലാം കഴിച്ചു. പിന്നെ ഇത് രാത്രിയിൽ ചൂടുവെള്ളം കുടിക്കാനുള്ള തീർന്നായിരുന്നു. അപ്പോൾ ആ ചൂടുവെള്ളം എല്ലാം തിളപ്പിച്ചു. പിന്നീട് കിടക്കാനുള്ള സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ ഒന്ന് മേലൊക്കെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോയി. പിന്നീട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂണാർ എക്ലിപ്സിൻ്റെ ആ ദിവസം ഒരു വീഡിയോ ആണേ. നമുക്ക് ആ മൂണിനെ ശരിക്കും കാണാമായിരുന്നു, അതിൻ്റെ ആ ഒരു അകത്തെ ആ ഒരു എല്ലാം. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്, അതിവിടെ കണ്ടോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.